അപ്പൊ ഗായ്സ്, ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്നത് അധികമായിരിക്കും അറിയപ്പെടാത്ത സ്വർഗ്ഗതുല്യമായിട്ടുള്ള ഒരു കാഴ്ച അനുഭവം നൽകുന്ന ഒരു അടിപൊളി പ്ലേസിലോട്ടാണ് കേട്ടോ. ഒരു നല്ലൊരു വ്യൂ പോയിന്റും അതുപോലെ തന്നെ നല്ലൊരു വാട്ടർഫാൾസും കൂടി കാണാനായിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും, അത് നിങ്ങൾ കാര്യമാക്കേണ്ട. വീഡിയോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കാഴ്ച അനുഭവം നഷ്ടപ്പെടുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ വഴിയേ പറയാം. ഓക്കേ. അപ്പോൾ ഗൈസ്, നമ്മൾ പാലക്കുഴി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാലക്കുഴി ഏകദേശം വണ്ടികൾ പാർക്ക് വണ്ടി ഇവിടെ വരെ വരുള്ളൂ. അത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ ചോട്ടിലോട്ട് നടക്കണം. ഇവിടെ വലിയൊരു പാലം ഉണ്ട് കേട്ടോ, പാലത്തിൽ നിൽക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ കുറച്ച് ചോട്ടിലോട്ട് നടക്കണം. ഇതാ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ചോട്ടിലോട്ട് ഇങ്ങനെ പോകണം. കുറച്ച് അങ്ങോട്ട് ആ സൈഡ് കൂടെ ഇങ്ങനെ നടക്കാനുണ്ട്. അപ്പോൾ നടന്നു പോയാലേ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ്, ഇതാ നമ്മളിതാ അനിയന്മാരും അനിയത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ വരുന്നവർക്ക് അറിയാണ്, ഈ പാലം എത്തിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടിയൊന്നും പോകില്ല, അവിടെ പാർക്ക് ചെയ്യാൻ കേട്ടോ. ഇഷ്ടംപോലെ വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഗൈസ്, നമ്മളിതാ പാലക്കുഴി യാത്രയിൽ നമ്മളിപ്പോ നിന്ന് പാലോടെ ഉണ്ടാ നമ്മളിവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇതാ ഇവിടെ നിങ്ങൾ ചവിട്ടിലോട്ട് പോണം. വരുന്നില്ലേ? വരണ. അപ്പൊ ഗൈസ്, നമ്മളിതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ മനോഹരമായിട്ടുള്ള ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്ട. ഒരു രക്ഷയില്ല ഗൈസ്, പോളി നല്ലൊരു കേട്ടോ. ഒരു മഴ സീസൺ ആയതുകൊണ്ട് നല്ലൊരു ക്ലൈമറ്റും അതുപോലെ തന്നെ അടിപൊളിയുണ്ട്, ഒരു രക്ഷയില്ല. അപ്പൊ നമ്മൾ ഈ ഇതൊക്കെ കാഴ്ചകൾ കണ്ടിട്ടേ ഈ കാഴ്ചകളെ കണ്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ പോവാട്ടോ. നമ്മുടെ കൂടെ വന്നവർക്ക് കയറി പോയി. ഗൈസ്, അപ്പൊ ഭയങ്കര സാഹസികമായിട്ടുള്ള വഴികളാണ് ഗൈസ്. അത് ഈ വഴി കൂടെ ശ്രദ്ധിക്കാതെ വന്നു പണി കിട്ടും. വള്ളിക്കുടികളൊക്കെ കടന്ന് നമ്മുടെ കൂടെയുള്ളവർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നോ, രക്ഷയില്ല. ഏക്ക് വേണ്ടി വരുന്നവർ സൂക്ഷിക്കണം, വഴി ഭയങ്കര ഇതാണ്. അപ്പോ നമ്മൾ ഏറെക്കുറെ അപ്പൊ ഗൈസ്, വഴി അത്ര പന്തിയല്ല. അതുകൊണ്ട് നമ്മളിവിടെ നിർത്തി ചിരിക്കണ്ട. വഴി പന്തിയല്ലാത്തതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മൾ ക്യാമറ നടക്കില്ല. അപ്പൊ ഈ വഴി കൂടെ മുന്നോട്ട് പോവാട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ അവിടെ എത്തിരി ബാക്കി വേണ്ട നോക്കിപ്പോളാ ഗൈസ്. ഒരു രക്ഷയില്ല, പോളി ഒരു ലക്ഷം പോളി പൈപ്പ് കേട്ടോ. ഒരു രക്ഷയില്ല ഗൈസ്, പോളി പൈപ്പ് പൊന്നോ, അടിപൊളി. അപ്പൊ നമുക്ക് ചോട്ടിലോട്ട് ഇറങ്ങട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് ചോട്ടിലോട്ട് ഇറങ്ങിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. എടാ, മഞ്ഞുമൽ പോയി താവണ്ടാട്ടോ, വല്ല കുഴിയൊക്കെ ഉണ്ടോ നോക്ക്. ഗൈസ്, നമ്മളിവിടെ എത്തിക്കഴിഞ്ഞപ്പോ അടിപൊളി ഒരു പാറയാണ് കേട്ടോ. ഗംഭീരമായിട്ട് വലിയൊരു പാറക്കെട്ടാണ്. മറ്റേ മഞ്ഞുമൽ ബോയ്സ് മറ്റേ ഗുണാക്കേവിൽ വന്ന പോലെ ഉണ്ട്. എന്താ ഒരു സ്നേഹം എന്നറിയാം ആങ്ങളും ഞങ്ങള്. ഹായ് കാണിക്കേ. ഇത് അറിയുമ്പോഴാണ് എണ്ണുണ്ടെന്നൊക്കെ അറിയും. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ ഈ കാഴ്ചയെ കണ്ടിട്ട് ഈ ഗുണാക്കേവൊക്കെ പ്ലേസിൽ നമ്മൾ മെല്ലെ പോവാണ് കേട്ടോ. വഴി അപ്പൊ ഇതുപോലുള്ള ഓരോരോ പാറക്കെട്ടുകളെ കാണട്ടോ. അപ്പൊ പാറക്കെട്ടുകളുടെ ഇടയിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും.
ഒരു രക്ഷയില്ലാത്ത പ്ലേസ്. ഏകദേശം നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ, പാലക്കുടി എത്താനായിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ ഏകദേശം എത്തിയെന്ന് തോന്നുട്ടാ, സ്പോട്ട് എത്തിയെന്ന് തോന്നുന്നത്. അപ്പൊ ഇപ്പൊ നമ്മള് വേണ്ടില്ലേ പോളി പ്ലേസ്. വാവ്, തന്നെ പ്ലേസ് ഗൈസ്. അപ്പൊ നമ്മള് പാലക്കുടി എത്തിയിട്ടുണ്ട്. അടിപൊളി വൈബ്. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ അതിസുന്ദരമായിട്ടുള്ള സ്വർഗതുല്യമായിട്ടുള്ള അനുഭവം നൽകുന്ന ആ ഒരു നമ്മുടെ വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, പൊളി. ശ്രദ്ധിക്കുക കേട്ടോ, ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കാൻ നോക്കുക. കാരണം ഒരൊറ്റ ഇറക്കമാണ്, വീണ് കഴിഞ്ഞാൽ ഒന്നും ഒരു രക്ഷയുമില്ല. എന്തായാലും സുന്ദരമായിട്ടുള്ള സ്ഥലം, ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി മനോഹരമായിട്ടുള്ള കാടിനുള്ളിൽ അടിപൊളി ഒരു വ്യൂ പോയിന്റ്. വേറെ വൈബ്. ഗൈസ് പൊളി. ഗൈസ് അപ്പൊ എന്റെ കൂടെ വന്നവരൊക്കെ ക്ഷീണിച്ചിരിക്കുകയാണ്. നമ്മളപ്പോഴും ആ ഊർജ്ജത്തോടെ നമ്മള് ഗൈസ് അപ്പൊ നമ്മള് പാലക്കുടി എത്തിയിട്ടില്ല കേട്ടോ. നമ്മളിപ്പോ ഇതാണ് പ്ലേസ് എന്ന് വിചാരിച്ചു. ഇത് അടിപൊളി പ്ലേസ് ആണ് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണുന്നില്ല, അടിപൊളി പ്ലേസ് ആണ്. പക്ഷെ അവിടെ എത്തിയിട്ടില്ല, നമ്മൾ കുറച്ചുകൂടി ചുവട്ടിലോട്ട് പോകണമെന്നാ പറഞ്ഞത്. ഓക്കെ, ഗൈസ് അപ്പൊ നമ്മൾ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയിട്ട് വെള്ളം ഒന്ന് മറികടക്കണം നമ്മള്. ഗൈസ് അപ്പൊ ഇവിടെയുള്ള മരങ്ങളിലൊക്കെ നല്ല വലിയ മുള്ളുകളുള്ള മരങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ പുഴുക്കൾ, നമ്മളെ ചൊറിയമ്പുഴ പോലത്തെ വലിയ വലിയ പുഴുക്കളും ഇഷ്ടംപോലെ എല്ലാ മരങ്ങളിലും ഇഷ്ടംപോലെ പുഴുക്കൾ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ വരുന്നവർ ശ്രദ്ധിക്കുക കേട്ടോ, അറിയാതെ പെട്ടെന്ന് കൈയൊക്കെ വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ ചൊറിയാൻ തുടങ്ങും. അപ്പൊ നമുക്ക് ഈ ഒരു വെള്ളം, ഈ ഒരു അരുവി, ഇത് നമുക്ക് അതിന്റെ വെള്ളത്തിന്റെ ഒഴുക്കാണ് കേട്ടോ, അത്ര മനോഹരമായിരിക്കുന്നു. അപ്പൊ ഈ ഒരു ഒഴുക്ക് നമ്മൾ മറികടക്കണം കേട്ടോ. മറികടന്നിട്ട് വേണം ഇനി നമ്മൾ വാട്ടർഫാൾസിലോട്ട് പോകാനായിട്ട്. നമ്മൾ വന്ന പാലക്കുടി വാട്ടർഫാൾസിലോട്ട് ഇനി ഏകദേശം കുറച്ച് ദൂരം മാത്രം ഉള്ളതെന്ന് തോന്നുന്നത്. എന്തായാലും പൊളി വൈബാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു ഒഴുക്കിന്റെ വെള്ളത്തിന്റെ ശബ്ദവും കിളികളുടെ ശബ്ദവും മൊത്തത്തിലൊരു പ്രത്യേകതരം, എന്താ പറയുക, കാടിനുള്ളിലായതുകൊണ്ടേ ആ ഒരു യാത്രാ അനുഭവം എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് നിങ്ങൾ അനുഭവിക്കേണ്ട ഒരു സംഗതി തന്നെയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ക്യാമറ നോക്കിട്ടാ വരുന്നേ. ഗൈസ് നമ്മളിതാ മേലോട്ട് കയറി വന്നിരിക്കുകയാണ്. ഇതാ എൻ്റെ പൊന്നോ, വഴുക്കലുണ്ട് കേട്ടോ, അടിപൊളി വഴുക്കലുണ്ട്. ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞാൽ പെടും. സ്ഥലമൊക്കെ അടിപൊളി. ഇനി നമ്മൾ മുന്നോട്ട് പോകാൻ തോന്നുന്നുണ്ട്. ഇത് വന്ന് ഒരു ഐഡിയ ഇല്ലാണ്ടിരിക്കും. പിന്നെയും മേലോട്ട് പോയിക്കൊണ്ടിരിക്കണ്ട, ഒരു രക്ഷയില്ല. ഇത് അവിടെ നിൽക്കുമ്പോഴാ അടിപൊളിയായിട്ടൊരു കാഴ്ച. ഏറെക്കുറെ നമ്മളൊരു
2 കിലോമീറ്ററിൻ്റെ അടുത്തിപ്പോൾ നമ്മൾ നടന്നിട്ടുണ്ടാവും. എന്തായാലും അതാ വഴുക്കല്ലേ ഗൈസ്. ഇവിടെ വരുന്നവർ സൂക്ഷിക്കുക, മഴ സീസൺ ആയതുകൊണ്ട് മൊത്തം പാസാറ പിടിച്ച് നിൽക്കുകയാണ്. വീണ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, നേരെ താഴോട്ട് പോകും. ശ്രദ്ധിക്കുക. അപ്പൊ ഗൈസ് നമ്മൾ വീണ്ടും ചുവട്ടിലോട്ട് പോകണം. ഗൈസ് നല്ല വഴുക്കലാണ്. ഗൈസ് അപ്പൊ ഒരു രക്ഷയില്ല. എന്താ ഏത് വഴി കൂടെ പോകണമെന്ന് വരെ അറിയില്ല ഗൈസ്. ദാ ഇതിപ്പോ നമ്മൾ പോയതിന്റെ നേരത്തെ പോയൊരു ചൂടാണ് ഗൈസ്. ദാ ഒരു രക്ഷയില്ല, കാട്ടിൽ കൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ നല്ല രീതിയിൽ വഴി തെറ്റിയിട്ടുണ്ട്. അപ്പോ നമ്മൾ വന്ന വഴി തന്നെ വീണ്ടും മുന്നോട്ട് തന്നെ പോകണില്ല. വാടാ, നമ്മൾ റിവേഴ്സ് കയറിക്കൊണ്ടിരിക്കേണ്ട കാര്യം നമ്മൾ വഴി തെറ്റിയിരിക്കുകയാണ്, ഇതെല്ലാം തോന്നുന്നുണ്ട്. ഓക്കെ, എന്റെ പോലോ അപ്പൊ എന്റെ പൊന്നോ വരുമ്പോ ഇതപ്പോ നല്ല രീതിക്ക് വഴി തെറ്റിയിട്ടുണ്ട്. ഒരു പിടുത്തമില്ലാതെ ഇരിക്കുന്നതാ, നല്ല ക്ഷീണമായി. പിന്നെ അത് മാത്രമല്ല നന്നായിട്ട് മഴയും വരുന്നുണ്ട്. ഏകദേശം മഴ തുടങ്ങിയിട്ടുണ്ട്, ഇടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ മഴയും വന്നു കഴിഞ്ഞാൽ അടിപൊളിയാവും. മഴ പിടിച്ചു, ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല. അപ്പം നമുക്ക് നേരെ പോവാം. അവിടെ പാടാൻ പറ്റിയ പാട്ട് മരണം വരുന്നതാണ്. വഴികളാണ് ഗൈസ്, രക്ഷയില്ല. വഴിക്ക് വീഴാതെ നോക്കണം. അതാ എന്ത് ചാടിയാണ്. ഗൈസ് അപ്പോൾ ഇവിടെ വരുന്നവരൊന്നും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കാട്ടോ, കുട്ടികളെയും കൊണ്ടൊന്നും വരരുത്. അതെ, ഇരുന്ന് നടക്കണം. കുട്ടികളെയും കൊണ്ടുപോയിട്ടൊന്നും വരരുത്, മേലെ വരെ വരാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് കുട്ടികളുമായിട്ട് വന്നു കഴിഞ്ഞാൽ വളരെ അപകടം പിടിച്ചൊരു ഏരിയയാണ്. നമ്മൾ തന്നെ വരുന്നത് എന്താ പറഞ്ഞിട്ടാണ് എൻ്റെ പൊന്ന. അപ്പൊ ഓടിക്കൊണ്ട് ഓടണ്ട, കുഴിയിൽ പെടുത്തുന്ന വിചാരിച്ചില്ലാന്ന്. എടാ ഇത് വന്നിട്ടേ ഇറങ്ങി റോഡെത്തുന്നു, അവിടെ കൊണ്ടാണ് പോവാന്ന് വേണ്ടി വരും. ഗൈസ് മഴയും വന്നിട്ടുണ്ട്, അടിപൊളി. കാട്ടിനുള്ളിൽ ഇതാ അതന്നെ, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. വെള്ള അപ്പോൾ വേറെ ആൾക്കാർ വേറെ ആയിരിക്കും വരുന്നുണ്ട് കേട്ടോ. നമ്മൾക്ക് വഴി തെറ്റി നമ്മളുടെ ബാക്കിലാണ് അവർ വരുന്നത്. നമ്മൾ വഴി തെറ്റിയെന്ന് അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ അവരും കയറി വരുന്നുണ്ട്. അതെയാ, അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് ചുവട്ടിലോട്ട് നടക്കാം. എന്താ അങ്ങനെ പോകണട്ടോ. ഇല്ല, വഴി തെറ്റിയില്ല എന്നാണ് പറഞ്ഞത്. നമ്മുടെ ബാക്കിൽ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് തെറ്റിയിട്ടാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എൻ്റെ പൊന്നോ, എടാ എന്ത് വഴിയാടാ അത്? ഇത് നമ്മൾ പൊന്നു ഒരു രക്ഷയില്ല. ഇല്ല, നമ്മുടെ ഫ്രണ്ട്സ് വരുന്നുണ്ട്, അടിപൊളി. താഴത്തേക്കില്ലേ വഴി മാത്രം ഒരു പ്രശ്നം. ഗൈസ് അപ്പോൾ വഴികൾ മാത്രമേ ഉള്ളൂ. അടിയിൽ പോയി കഴിഞ്ഞാൽ അടിപൊളി എന്ന് പറയുന്നു. വഴി മാത്രമൊന്നും വഴുക്കാതെ പോകണം എന്നുള്ളു. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പൊളിയാണെന്ന് പറയണം. വേണ്ടില്ലേ ഇത് പോലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഏറെക്കുറെ
അതിനടുത്ത് എത്തിയിട്ടുണ്ട്. കാരണം വെള്ളത്തിന്റെ സൗണ്ട് നമുക്ക് അത്രയും കേൾക്കുന്നുണ്ട്, നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട്. വേറെക്കുറെ നമ്മൾ എത്തിയില്ല, എത്താനായി ഗൈസ്. എന്റെ പോന്നു. അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള പാലക്കുഴി എത്തിയിരിക്കുകയാണ് ഗൈസ്. ഒരു രക്ഷയില്ല, പോളി. ഈ വഴികളാണ് സഹിക്കാൻ വയ്യാത്തത്, കല്ലും മുള്ളും നിറഞ്ഞ വഴിയാണ് ഗൈസ്. അതുകൊണ്ട് മെയിനായിട്ട് നമ്മൾ എന്താ തോന്നുന്നു ഗൈസ്, ഇതുമാതിരിയുള്ള അടിപൊളി എന്താ പറയാ അപകടം നിറഞ്ഞ വഴികളാണ് കേട്ടോ ഗൈസ്. അവിടെ ഇറങ്ങല്ലേ സുൽഫേ, അവിടെ എന്താ കുഴിയുണ്ടോ, ഇറങ്ങണ്ട പറ. ആളിറങ്ങുന്നില്ല, അതിന്റെ ഫ്രണ്ടിലേക്ക് ഒരു കുഴി പോലെയാണ്, പാറിന്റെ ഒരു ഗ്യാപ്പ്. ഗൈസ്, അപ്പൊ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്, പാലക്കുഴി വാട്ടർഫാൾസ്. പോളി. അപ്പോൾ ഗായ്സ്, ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മൾ കാത്തിരുന്ന പാലക്കുഴി വാട്ടർഫാൾസ് നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, പൊളി വൈബ്. നമ്മൾ എന്താ പറയുക, കാടിനുള്ളിലൂടെ വന്ന ഏകദേശം ഒരു 2 കിലോമീറ്ററോളം നമ്മൾ നടന്നിട്ടുണ്ടാകുന്നതാണ് എൻ്റെ വിശ്വാസം. ആ ഒരു നടന്നു വന്നിട്ടുള്ള ആ ഒരു വഴിയിലെ ദുർഘടം പിടിച്ചിട്ടുള്ള ആ ഒരു വഴി, അതായത് അത്രയും വഴുക്കലും നിറഞ്ഞ കയറ്റം ഉറക്കം നിറഞ്ഞ ആ ഒരു വഴി പ്രശ്നം എല്ലാം ഒഴിച്ച്, ആ ഒരു റിസ്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അവസാനം നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ള ഈ ഒരു പാലക്കുഴി വാട്ടർഫാൾസ്, എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വർഗ്ഗതുല്യം എന്ന് പറയാം, സ്വർഗ്ഗതുല്യമായിട്ടുള്ള എന്താ പറയുക കാഴ്ച അനുഭവം നൽകുന്ന, കണ്ണിന് കുളിർമയാകുന്ന അതിസുന്ദരമായിട്ടുള്ളൊരു അനുഭവം തന്നെയാണ് കേട്ടോ നമുക്ക് സമ്മാനിക്കുന്നത്. ഒരു രക്ഷയില്ല, പൊളി. പിന്നെ പ്രത്യേകം പറയാണ് ഗൈസ്, ആരും വെള്ളത്തിലിറങ്ങി കളിക്കരുത്. കാരണം നല്ല ഇറക്കമാണ്, മഴ സീസൺ ആയതുകൊണ്ട് അത്രയും നല്ല ഒഴുക്കുണ്ട്, നല്ല രീതിയിലാണ് വെള്ളം മേലിനും താഴോട്ട് വീഴുന്നത്. അപ്പോൾ നമ്മൾ ദൂരെ നിന്ന് കണ്ടുകൊണ്ട് ആസ്വദിക്കാനും മാത്രമുള്ളൂ. വെള്ളത്തിലാരും ഇറങ്ങി കളിക്കാനൊന്നും നിൽക്കരുത്. കാലൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് പോകും, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത്രയും ശ്രദ്ധിക്കുക. നല്ലപോലെ പാസാറ് പിടിച്ച് വഴുക്കലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാഴ്ച ദൂരെ നിന്നുകൊണ്ട്, അല്പം ദൂരെ മാറി നിന്നുകൊണ്ട് കാഴ്ചകൾ കാണാമെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും നല്ലൊരു കാഴ്ച അനുഭവം തന്നെയാണ്, സ്വർഗ്ഗതുല്യമായിട്ടുള്ളൊരു കാഴ്ച അനുഭവം തന്നെയാണ് തരുന്നത് കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, കുട്ടികളായിട്ട് ഇവിടെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അത്രയുള്ള ഗൈസ്. അപ്പം എന്താ പറയുക, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസുകൾ അറിയിക്കുക. ഒപ്പം തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. ബൈ.